ഭാരതത്തെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കുവാനുള്ള ശ്രമങ്ങളെ തടയുവാൻ ബഹുജന സമരത്തിന് തയ്യാറാകുവാൻ എൽദോസ് കുന്നപ്പള്ളി MLA ആഹ്വാനം ചെയ്തു. MLAയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ യാത്രി നിവാസിൽ സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് 4-5 ദിവസത്തിന് മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അത് ഒരു വർഗീയ കാർഡാണ്. ഇന്ത്യയിലെ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷൻ വർഗീയ കാർഡാണ് BJP കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ജനാധിപത്യ ഇന്ത്യയിൽ, മതേതര ഇന്ത്യയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനാ സംരക്ഷണ സദസ്സ്. ഭരണഘടനാ സംരക്ഷണ സദസ്സ് ചാലക്കുടി പാർലമെന്റ് UDP സ്ഥാനാർത്ഥിയും MPയുമായ ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. മോഡി സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച പൗരത്വ ഭേദഗതി നിയമം, അതിനുശേഷം ഒരു വിജ്ഞാപനത്തിലൂടെ ഈ അടുത്ത ദിവസം നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമം നമ്മൾ ഒറ്റക്കെട്ടായി പറയുന്നു, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഭരണഘടന സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു വേദി. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഭാരതത്തെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് അദ്ദേഹം യോഗത്തിൽ ആവശ്യപ്പെട്ടു. ആലുവ MLA അൻവർ സാദത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AT അജിത് കുമാർ, പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് തുടങ്ങിയവരും ഭരണഘടനാ സംരക്ഷണ സദസ്സിൽ പങ്കെടുത്തു സംസാരിച്ചു.